ഓക്കെ, ഇതൊരു റിലേ ആണ്. റിലേൻ്റെ വർക്കിംഗ് ആണ് പറയുന്നത്. റിലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തൊരു അയൺ റോഡ് ഉണ്ടാവും, അതിൻ്റെ അകത്തൊരു കോയിൽ വൈൻഡ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളിവിടെ ഇരുമ്പിൻ്റെ ഒരു പീസ് സ്പ്രിങ്ങിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ഇതായിട്ടാണെങ്കിൽ സ്പ്രിങ്ങിൽ വലിച്ച് ടൈറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ എന്താണ് അവസ്ഥ? ഇത് വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇങ്ങോട്ട് നീങ്ങി നിൽക്കും, ഇങ്ങനെ നിൽക്കും അല്ലേ. അപ്പം ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഒരു കോണ്ടാക്ടർ ഉണ്ടാവും. അത് ഇവിടത്തേക്ക് കോണ്ടാക്റ്റ് ആയി നിൽക്കും. ഈ കണക്ഷൻ നമ്മൾ പറയാം കോമൺ എന്നാണ്. ഇത് നോർമലി ക്ലോസ്ഡ് ആണ്. ഓക്കെ, ഇനി ഈ റിലേയിലേക്ക് ഒരു സപ്ലൈ 12 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു കറണ്ട് ഫ്ലോ ആകുമ്പോൾ ഇതൊരു മാഗ്നറ്റ് ആയിട്ട് മാറും. അപ്പോൾ എന്താവും, ഈ ഇരുമ്പിൻ്റെ പീസിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുമ്പോൾ ഇത് ഇപ്പുറത്തുള്ള ഇതിലേക്ക് മാറിപ്പിടിക്കും അല്ലേ. മാറിപ്പിടിക്കുമ്പോൾ ഇതിനെ ഈ ടെർമിനലിനെ പറയുന്നത് ഇത് കോമണും ഇത് നോർമലി ഓപ്പണിലുള്ള കോണ്ടാക്റ്റാണ്. നോർമലി സപ്ലൈ കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിങ്ങനെ വലിച്ചു പിടിക്കുന്നതുകൊണ്ട് ഇത് ഇങ്ങോട്ടായിരിക്കും ഉണ്ടാവും. അപ്പോൾ ഇത് നോർമലി ക്ലോസ്ഡ്, ഇത് കോമൺ ആണ്. അപ്പോൾ ഇത് നോർമലി ഓപ്പൺ ആയിരിക്കും. ഈ കോണ്ടാക്ട് ഇങ്ങോട്ട് ഓപ്പൺ ആയിരിക്കും. മനസ്സിലായല്ലോ? മനസ്സിലാവുന്നുണ്ടെങ്കിൽ പറയണേ. ഇതിൽ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഈ കോണ്ടാക്ട് ഇങ്ങോട്ട് മാറിപ്പിടിക്കുന്ന സമയത്ത് ഈ നോർമലി ഓപ്പണിലേക്കാണ് കോണ്ടാക്ട് ചെയ്യുക. കോമൺ നോർമലി ഓപ്പൺ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടാവും. നോർമലി ക്ലോസ്ഡ് ഓപ്പൺ ആയി പോകും. ക്ലിയർ ആണ്? അങ്ങനെ മാറി പിടിക്കുന്ന ഒരു സ്വിച്ചാണ് റിലേ. ഓക്കെ അല്ലേ? ഇതിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെ ആയിരിക്കണം? ഒന്ന്, ഇതിൽ കൊടുക്കുന്ന ഈ കോയിലിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള വോൾട്ടേജ് എന്ന് വെച്ചാൽ 12 വോൾട്ട് റിലേ എന്ന് പറയും. എക്സാമ്പിൾ ഇത് 12 വോൾട്ട് റിലേ ആണ്. ഓക്കെ, പിന്നെ SPDT എന്ന് വെച്ചാൽ സിംഗിൾ പോൾ ഡുവൽ ത്രോ അല്ലേ. അങ്ങോട്ടും സിംഗിൾ പോളാണ്, അങ്ങോട്ടും കൂടെ മാറി പിടിക്കുക. അപ്പോൾ SPDT സിംഗിൾ പോൾ ഡുവൽ ത്രോ അല്ലേ. ആ രീതിയിലേക്ക് മാറി പിടിക്കുന്ന രീതിയിൽ ഉള്ളതാണ്. അപ്പോൾ 12 വോൾട്ട് 100 ഓം എന്ന് പറയും കേട്ടോ. അത് ഈ കോയിൽ റെസിസ്റ്റൻസ് ആണ്. 100 ഓം SPDT കേട്ടോ. ഇത്രയും കാര്യം മാത്രമല്ല, ഇനി ഈ കോണ്ടാക്റ്റിൻ്റെ കറണ്ട് റേറ്റിംഗ് കൂടി ഇതിൽ പറയും. ഈ കോണ്ടാക്റ്റ് ഇതിപ്പോൾ 30 ആംപിയറിൻ്റെ റിലേയാണ്. എന്ന് വെച്ചാൽ എന്താണ് 30 ആംപിയർ? ഈ കോയിലൂടെ പോകുന്ന കറണ്ട് അല്ല, ഈ കോണ്ടാക്ടറിൻ്റെ കറണ്ട് കപ്പാസിറ്റിയാണ് കേട്ടോ. 30 ആംപിയർ. ഓക്കെ, ഇനി കോണ്ടാക്റ്റിനൊരു സ്പേസിങ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിനൊരു വോൾട്ടേജ് റേറ്റിംഗും കൂടി ഉണ്ടാവും കേട്ടോ. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും അതിന് അങ്ങനത്തെ ഒരു വോൾട്ടേജ്. ഇത് 230 വോൾട്ടാണ് കേട്ടോ. 230 വോൾട്ട് മാക്സിമം ഇലക്ട്രോസ് കൊടുക്കാം. ഇപ്പം ഇത്രയും സ്പെസിഫിക്കേഷൻ ഒരു റിലേക്ക് ഉണ്ട് അല്ലേ. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അപ്പം ഇനി 12 വോൾട്ട് അറിയായിരുന്നു, 100 ഓം അറിയായിരുന്നു, ഇതറിയായിരുന്നു, ശ്രദ്ധിച്ചിട്ടില്ല. SPDT സിംഗിൾ പോൾ ഡുവൽ ത്രോ എന്ന് വെച്ചാൽ ഒറ്റ പോളാണ്, 2 ഡയറക്ഷനിലേക്ക് മാറ്റി പിടിക്കുന്നത്. SPDT സിംഗിൾ പോൾ ഡുവൽ ത്രോ. DPDT റിലേ നമ്മൾ ആ 5 കിലോ വാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന 2 6 കാലുള്ള റിലേ. ഇതിൻ്റെ 2 സെറ്റ് ഉണ്ടാവും. DPDT ഉണ്ട്, ഡുവൽ പോൾ ഡുവൽ ത്രോ. 2 സെറ്റ് ഉണ്ടാവും ഇതുപോലത്തെ. അങ്ങനെ DPDT റിലേ എന്ന് പറയും. അപ്പോൾ ഇതറിയായിരുന്നു. ഈ 30 ആംപിയർ എന്നുള്ള അറിയാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൻ്റെ കറണ്ട് കപ്പാസിറ്റി അല്ലേ. ഇത് അക്രോസ് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന വോൾട്ടേജ്, കോണ്ടാക്റ്റിൻ്റെ അക്രോസ്. ഇത്രയും സ്പെസിഫിക്കേഷനാണ് റിലേക്കുള്ളത്. ഏകദേശം മനസ്സിലായല്ലോ അല്ലേ. ഇതാണ് റിലേ. ഇത് ഇൻഡസ്ട്രിയൽ റിലേ ആണ്. ഈ ബോർഡിൽ കാണിക്കുന്നത് ഇത് ടെലികോം റിലേ എന്നുള്ള കാറ്റഗറിയാണ്. സിഗ്നൽ റിലേ ആണ്. സിഗ്നൽ കണക്ട് ചെയ്യാനാണ്, ഹൈ പവർ അല്ല. സിഗ്നൽ കോണ്ടാക്ട് എടുക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് ഹൈ പവർ റിലേ ആണ്. ഇതിനേക്കാളും പവർ കൂടിയതുണ്ട്, ഇൻഡസ്ട്രിയൽ റിലേ ഉണ്ട് കേട്ടോ. ഏകദേശം മനസ്സിലായില്ലേ? സ്റ്റോപ്പ്. ഇത് പറഞ്ഞാൽ ക്ലിയർ ആണ്.